ഇത്തരത്തിൽ അവിടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള സംവിധാനമുണ്ട്. ഹോട്ടലുകളിലേക്ക് ഒരു അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു നിയമ നടപടിക്ക് ഇത്തരത്തിൽ അവരെ പറഞ്ഞു വിടുന്നതെന്ന് സംസാരത്തിൽ തന്നെ മനസ്സിലാവും. അതിനിടയിലാണ് ഇന്ന് ഈ ഭക്ഷണ വിതരണം നിർത്തണമെന്ന ഒരു നിർദ്ദേശം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ സംഘാടകർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. എന്താണ് പോലീസിന്റെ നിർദ്ദേശം? കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ ദിവസം 10,000 ആളുകൾക്കോളം ഞങ്ങൾ ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ സർവിങ്ങിന് പുറമെ ഞങ്ങൾ മലമുകളിൽ രക്ഷാദൗത്യത്തിന് പോകുന്ന ആളുകൾക്ക് ഭക്ഷണം ഞങ്ങൾ പാർസൽ അയക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വണ്ടി പോയപ്പോൾ അവിടെ പോലീസ് തടയുകയാണ് ഉണ്ടായത്. അപ്പം കാര്യം അന്വേഷിച്ചു. ഞങ്ങളുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു കൂടെ. അതിന് ശേഷം പോലീസ് കൺട്രോൾ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ DIG ആയിട്ടാണ് സംസാരിച്ചത്. DIG തോംസൺ സാറുമായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ സേവനം ഇനി ഇവിടെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് ടീമുണ്ട്, അതുപോലെ തന്നെ സേനകളുണ്ട്. പിന്നെ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം, നിങ്ങളുടെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കൊരു പുല്ലുമില്ല ചുക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിക്കാത്ത ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉൾപ്പെടെ പലരും ഇപ്പോൾ നമ്മളിവിടെ എത്തുന്ന സമയത്തൊക്കെ അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്ന എല്ലാവരും, അത് സേനാംഗങ്ങളാകട്ടെ, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. ഇവിടെ എത്തി അവർ ഭക്ഷണം കഴിച്ചാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് ഇവരുടെ സേവനം ഉണ്ടാകാൻ പാടില്ല എന്ന പോലീസിന്റെ ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞു. ഇനി അതോടുകൂടെ ഇന്നത്തോടെ ഇവർ ഈ സർവീസ് നിർത്തുകയാണ്. നമുക്ക് ഇതിനൊപ്പം ഇവർ ഈ ഭക്ഷണ വിതരണത്തിന് വേണ്ടി ഒട്ടേറെ സാധനങ്ങൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരുന്നു, വാങ്ങിവെച്ച സാധനം. നമുക്കറിയാം, പ്രതീക്ഷിക്കാതെ വന്ന ഒരു ദുരന്തമുഖത്താണ് മലയാളികൾ നിൽക്കുന്നത്. വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ആയിരക്കണക്കിന് ആളുകൾ അനാഥമായിരിക്കുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ദുരന്തം പ്രതീക്ഷിക്കാതെ പൊടുന്നനെ വന്ന് വീഴുന്ന സമയത്ത് മലയാളികൾ ഒരേ മനസ്സോടുകൂടി അവിടെ പല സന്നദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുകയാണ്. അത്തരത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഉരുൾപൊട്ടുണ്ടായ അന്ന് രാത്രി പിറ്റേ ദിവസം സന്നദ്ധ പ്രവർത്തകർ അവിടേക്ക് ഓടിയെത്തുന്ന കൂട്ടത്തിൽ തന്നെ നാദാപുരത്ത് നരിപ്പറ്റ പഞ്ചായത്ത് യൂത്ത് ലീഗിൻ്റെ സന്നദ്ധ പ്രവർത്തകരായ വൈറ്റ് ഗാർഡിൻ്റെ ആളുകൾ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ക്യാൻറ്റീൻ തന്നെ, ഒരു ഭക്ഷണശാല തന്നെ തുറക്കുകയും ആവശ്യമായ എല്ലാവർക്കും, അത് സൈന്യത്തിനായാലും മറ്റ് ഫോഴ്സുകൾക്കായാലും സന്നദ്ധ പ്രവർത്തകർക്കായാലും അവിടെയുള്ള നാട്ടുകാർക്കായാലും ആർക്കാണെന്നോ എന്തെന്നാണെന്നോ ചോദിക്കാതെ ഒരു നോട്ടവുമില്ലാതെ പൊടുന്നനെ അവർ ഈ ഭക്ഷണ വിതരണത്തിന് വേണ്ടി ഒരുങ്ങിത്തിരിച്ചത് ഒരു വലിയ കാര്യമാണ്. നമുക്കറിയാം ഇത്തരം ഭൂമികളിൽ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ, സന്നദ്ധ സംഘടനകൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ, മറ്റുള്ളവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ ഇത്തരം ഭൂമികളിൽ ഒരുപാട് പരിമിതികളുണ്ട്. നമ്മൾ വലിയ ഒരു സെറ്റപ്പുള്ള ഒരു രാജ്യമോ അത്തരത്തിലൊരു ആട്ടമോ അത്തരത്തിലുള്ളൊരു ഫോഴ്സോ നമുക്കില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പല രീതിയിലും ഒരു പൂർണ്ണതയിലെത്താത്ത ഒരു ഗവൺമെൻറ് സംവിധാനങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങളിൽ തികച്ചും. അപ്പോൾ എല്ലായ്പ്പോഴും അവരെ കുറ്റപ്പെടുത്തുകയല്ല, അത് നമ്മളടക്കം അടങ്ങുന്ന നമ്മളെ സംവിധാനങ്ങൾ അത്തരത്തിലാണ്. നമ്മൾ ജയിപ്പിച്ചു വിടുന്നവരും നമ്മൾ ആഗ്രഹിച്ചു വിടുന്നവരൊക്കെ ഇവിടെ ഭരണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ അത്തരത്തിലേ കഴിയൂ. ഇതിനൊക്കെ ഒരു പരിമിതിയുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമ്മുടെ നാട്ടിലെ ഈ ദുരന്ത ഭൂമികളിലൊക്കെ കാര്യങ്ങൾ പൂർണ്ണമാകുന്നത് ഇത്തരം സന്നദ്ധ പ്രവർത്തകരുടെ, സന്നദ്ധ സംഘടനകളുടെ ഒക്കെ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റൂ. അപ്പോൾ ഇപ്പം ഇന്നത്തെ വാർത്തയിൽ നമ്മൾ കാണുന്നത് ഈ വൈറ്റ് ഗാർഡിൻ്റെ ഇത്രയും നല്ല ഈ പ്രവർത്തനം, ശ്ലാഘനീയമായ പ്രവർത്തനം. ആര് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഭക്ഷണം കഴിക്കുന്ന ആരോട് ചോദിച്ചാലും, ഏത് സന്നദ്ധ പ്രവർത്തകനോട് ചോദിച്ചാലും, ഏത് സൈനികനോട് ചോദിച്ചാലും അവർ പറയുന്നത് ഇത് നിന്നുപോയാൽ വളരെ വിഷമാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംവിധാനം ഇനി വേണ്ട എന്നാണ് ഈ ഗവൺമെൻറ് സംവിധാനം പറയുന്നത്. അതിന് കാരണമായി പറയുന്നത് ഈ നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ റിപ്പോർട്ടർ ചാനലിലൂടെ ചർച്ച തന്നെ ഞാൻ കണ്ടു. അദ്ദേഹത്തോട് സ്മൃതി ചോദിക്കുന്നു എന്തുകൊണ്ട് വേണ്ട എന്ന് ചോദിക്കുമ്പോൾ ഈ ഭക്ഷണ വിതരണം ചിലപ്പോൾ ആളുകൾക്ക് അത് ഭക്ഷണത്തിലൂടെ എന്തെങ്കിലും കേടുപാടുകളോ അവർക്ക് രോഗമോ മറ്റോ ഭക്ഷണത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തൽ അത്യാവശ്യമാണ്. അതുകൊണ്ടൊക്കെയാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആർക്കെങ്കിലും ഭക്ഷ്യവിഷബാധയോ മറ്റോ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകും. ഇത്തരത്തിലൊക്കെയുള്ള ഒരു അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ
ഒരു നിയമ നടപടിക്ക് ഇത്തരത്തിൽ അവരെ പറഞ്ഞു വിടുന്നതെന്ന് സംസാരത്തിൽ തന്നെ മനസ്സിലാവും. ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ഹോട്ടലുകളുടെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ്. ഭക്ഷ്യസുരക്ഷ വകുപ്പ് ഇത്തരത്തിലുള്ള ഹോട്ടലുകളൊക്കെ ഇടക്ക് മാസത്തിലോ കൊല്ലത്തിലോ പോയാലായി, ഒരുപക്ഷെ 5 കൊല്ലം കഴിയുമ്പോഴൊക്കെ പരിശോധിക്കുന്ന നമ്മുടെ നാട്ടിലെ സംവിധാനം. ഇവിടെ ഇന്നലെ ഒരു മോശം റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഈ ഭക്ഷണശാലയെ എന്തിനാണ് അടച്ചുപൂട്ടുന്നത്? ഇനി അവിടുത്തെ ഭക്ഷണം നമുക്കറിയാം, ഓക്കെ, സൈന്യവും കഴിക്കുന്നു, മറ്റ് സന്നദ്ധ സംഘടനകളും എല്ലാവരും കഴിക്കുന്നു. അത്തരത്തിൽ അവിടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള സംവിധാനമുണ്ട്. ഹോട്ടലുകളിലേക്ക് നമ്മൾ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് അതിൻ്റെ ഓഫീസർമാരെ പറഞ്ഞു വിടുന്നത് പോലെ ഇവിടെയും വന്ന് പരിശോധിക്കട്ടെ. വല്ല പ്രശ്നവും ബുദ്ധിമുട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതിന് ശേഷം അത് ക്ലിയർ ചെയ്യാൻ പറയട്ടെ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർക്കെങ്കിലും ഭക്ഷ്യവിഷബാധയോ അത് കഴിച്ചതിന് ഒരു ബുദ്ധിമുട്ടോ ഉണ്ടായിട്ട് അത് ചൂണ്ടിക്കാണിച്ചിപ്പോ ഇത് പൂട്ടണമെന്ന് പറഞ്ഞതാണെങ്കിലേ ഇല്ല. ഒരു കാരണവും കൂടാതെ യാതൊരു വിധ വിഷയവുമില്ലാത്ത ഈ അവസ്ഥയിൽ അടച്ചു പൂട്ടണമെന്ന് പറയുന്നത് തികച്ചും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയായിപ്പോയി. അതുപോലെ തന്നെ ഇപ്പോൾ 5-ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ നാളെ ഇപ്പോൾ 6-ാം ദിവസമാകുകയാണ്. അപ്പോൾ ആ സന്നദ്ധ പ്രവർത്തകരുടെ ആവശ്യം ഇനി ഇല്ല എന്നൊക്കെ. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ വിഷയം തന്നെ അവതരിപ്പിക്കുന്നത് ഈ വൈറ്റ് ഗാർഡ് പ്രവർത്തകർ പറയുന്നത് കേട്ടാൽ നമുക്ക് വേദനയാവും. അവരോട് നിങ്ങളുടെ സേവനം വളരെ നന്നായിട്ടുണ്ട്, ഇനി അടുത്ത ഇടങ്ങളിൽ നിങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഇപ്പോൾ തൽക്കാലം മതി എന്ന നല്ല രീതിയിലുള്ളൊരു വാക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ലെന്ന് വെക്കാം. പോലീസുകാർ വന്ന് പറയുന്നത് നിങ്ങളുടെ ഭക്ഷണം ഇവിടെ വേണ്ട, ഇതിവിടെ ആവശ്യമില്ല, നിങ്ങൾ എടുത്തു വിട്ടോളൂ, പോയിക്കോളൂ, നിങ്ങളെ ഭക്ഷണം തന്നെ, ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണമുണ്ട് എന്നൊക്കെ രീതിയിൽ ഈ സ്വന്തം ജോലിയും മറ്റുമൊക്കെ മുടക്കി കോഴിക്കോട് ജില്ലയിലെ ഇങ്ങേ മൂലയിൽ നിന്ന് അവർ സാമ്പത്തികം എടുത്തുകൊണ്ട് അവർ തന്നെ ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു അത്രയും ആത്മാർത്ഥയോടെ പുറപ്പെടുന്ന ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തകരെ തളർത്തിക്കളയുക എന്ന രീതിയിലുള്ള ഒരു വാക്കാണ് ഇവിടെ പോലീസുകാർ ഉപയോഗിച്ചത്. ഇതൊക്കെ ഗവൺമെന്റിലെ മുകളിൽ നിന്നുള്ള ഉത്തരവ് അനുസരിച്ചുകൊണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വാർത്ത വന്നത് മുതൽ അന്നം മുടക്കി വിജയൻ അങ്ങനെ തുടങ്ങി ഒരുപാട് കമന്റുകൾ ഗവൺമെന്റിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയൊക്കെ വരുന്നത് കാണുന്നു. ഈ വിഷയത്തിലൊന്നും ജനങ്ങളെ ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. DYFIയുടേതായാലും മുസ്ലിം ലീഗിൻ്റെതായാലും ഇനി മതസംഘടനകളിലെ SYSൻ്റെതും സാന്ത്വനം പ്രവർത്തകരും SKSFൻ്റെതും അങ്ങനെ തുടങ്ങി BJPക്കാരുടെ വരെ സന്നദ്ധ സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെയും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ദുരന്ത ഭൂമിയിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു കേരളത്തിൻ്റെ പഴയ ഒരു രീതിക്ക് നിലക്കാത്ത രീതിയിൽ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടും മറ്റുമൊക്കെ വേണ്ട എന്നൊക്കെ പറയും. അല്ലെങ്കിൽ അതിന് അത്തരത്തിലുള്ള കാരണങ്ങൾ ഉള്ളതോടുകൂടി അത് അവരെ ബോധ്യപ്പെടുത്തി അവർക്ക് യാതൊരുവിധ തടസ്സങ്ങൾ ഉണ്ടാക്കാതെ അവരെ ഒരു മനസ്സിനൊരു വെറുപ്പില്ലാത്ത രീതിയിൽ അവരെ മടക്കിയാക്കുന്നതിൽ വിരോധമില്ലെങ്കിലും ഇത്തരത്തിലൊക്കെ സംസാരിച്ചുകൊണ്ട് അവരെ ഒരു ഭാവിയിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് പോലും അവരെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഗവൺമെൻറ് സംവിധാനങ്ങൾ ഇത്തരം സന്നദ്ധ പ്രവർത്തകർ ആക്രമിക്കുന്നത് തികച്ചും മോശമായി പോയി എന്ന അഭിപ്രായമാണ് പറയാനുള്ളത്. അതുപോലെ ഇവിടെ മന്ത്രി മുഹമ്മദ് റിയാസ് ഈ വിഷയം എടുത്തു കളയാനുള്ള ഒരു കാരണം പറയുന്നതിൽ ഒരു കൂട്ടത്തിൽ പറഞ്ഞു ഭക്ഷണത്തിന് പിരിവ് നടക്കുന്നു എന്നൊക്കെ. ഇതൊക്കെ വെറും ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വാദമായിട്ടാണ്, അങ്ങും ഇങ്ങും തൊടാത്ത രീതിയിലാണ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ പറയുന്നത്. അദ്ദേഹത്തിന് നമുക്കൊരു മതിപ്പുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ആ മതിപ്പങ്ങ് ഇല്ലാതായി പോകും എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിനോട് നമുക്ക് പറയാനുള്ളത്. ഇതുവരെ അത്തരത്തിലൊരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഔദ്യോഗികമായ ഒരു തെളിവ് തരട്ടെ, അത് പോട്ടെ. നമ്മുടെ നാട്ടിലെ ഒരു സംവിധാനം, ഇനി ആരെങ്കിലും ഒരു ഭക്ഷണത്തിനൊരു പിരിവ് പണമുള്ളവരിൽ നിന്ന് ശേഖരിച്ചു കൊണ്ട് തന്നെയാണല്ലോ സ്വാഭാവികമായി ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ നാട്ടിൽ നടക്കാറുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെ എങ്ങനെയാണ് നടക്കുന്നത്? പണമുള്ളവരിൽ നിന്ന് പണം പിരിച്ചുകൊണ്ടല്ലേ വീടുകൾ നിർമ്മിക്കുവാനും അവിടെ പുനരധിവാസത്തിനുള്ള പാക്കേജ് നിർമ്മിക്കുന്നത്. സ്വാഭാവികമായി പാവപ്പെട്ടവരിൽ നിന്നല്ലല്ലോ പണം വാങ്ങുക. ഒരു ഭക്ഷണം ഇവിടെ നിർമ്മിക്കണമെങ്കിൽ പണം ആവശ്യമാണെന്ന്, സാമ്പത്തികം ആവശ്യമാണെന്ന് നമുക്കറിയാമല്ലോ. ഭക്ഷണ സാധനങ്ങൾ വാങ്ങണം, മറ്റു കാര്യങ്ങൾ. അപ്പോൾ ആരിൽ നിന്നെങ്കിലും ഒരു പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ എന്താണ് കുഴപ്പം? സന്നദ്ധ പ്രവർത്തകർ ഇനി അതിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇവർ പണം കട്ടെടുക്കുകയോ മറ്റോ ഇതിലൊരു കളവ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണെങ്കിലും ഓക്കെ.
പിരിവ് നടത്തി എന്നതുകൊണ്ട് മാത്രമൊന്നും ഇവിടെ ഒരു പൈസ കലക്ഷൻ അത് തന്നെ അവിടെ ഒരു അത് ആ ഒരു വാർത്ത തന്നെ തെറ്റിദ്ധാരണാപരമായ ഒരു അദ്ദേഹം തെറ്റിദ്ധരിച്ചത് കൊണ്ടോ മറ്റോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടോ മറ്റോ ഉണ്ടായ ഒരു വാർത്തയാണ്. അതിൽ നിന്നൊരു ശരിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇനി അത്തരത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും ആ കാരണം പറഞ്ഞുകൊണ്ടൊന്നും നിർത്തിക്കേണ്ട ഒരു വിഷയമല്ല ഇത്തരം പ്രവർത്തനങ്ങളെന്ന് എന്ന് ഊന്നിപ്പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട. നമുക്ക് വീണ്ടും കാണാം.